സുലൈമാൻ നബി അലൈഹിസ്സലാമിനെയും പരിവാരത്തെയും കണ്ട ഉറുമ്പിൻ കൂട്ടം. ആഗോള ചക്രവർത്തിയായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ദിവസം പരിവാര സമേതം യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പരിവാരം ഒരു സൈന്യത്തോളം തന്നെ വലുതായിരുന്നു. മനുഷ്യർക്ക് പുറമെ ജിന്നുകളും പക്ഷികളും മൃഗങ്ങളുമെല്ലാം അടങ്ങിയതായിരുന്നു ആ സൈന്യം. വഴിമധ്യേ വലിയൊരു ഉറുമ്പിൻ കൂട്ടം നബിയുടെ കണ്ണിൽപ്പെട്ടു. പക്ഷി മൃഗാദികളുടേതുപോലെ തന്നെ ഉറുമ്പുകളുടെയും ഭാഷ അറിയാമായിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം പെട്ടെന്ന് അവിടെ തന്നെ നിന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പരിവാരവും നിശ്ചലമായി. നബി ഉറുമ്പുകളുടെ ചലനം ശ്രദ്ധിച്ചു. അച്ചടക്കമുള്ള തന്റെ സൈന്യത്തെ പോലും അതിശയിപ്പിക്കുന്ന മട്ടിൽ കർക്കശക്കാരായ പട്ടാളി ചിട്ടയോടെ ഉറുമ്പുകൾ മാർച്ച് ചെയ്യുന്നു. ഉറുമ്പുകളുടെ സേനാധിപൻ വിളിച്ചു പറഞ്ഞു, ഉറുമ്പുകളെ, സുലൈമാൻ നബി അലൈഹിസ്സലാമും പരിവാരവും അറിയാതെ നിങ്ങൾ ചവിട്ടിപ്പോവാതിരിക്കണമെങ്കിൽ പാർപ്പിടത്തിൽ ഉടൻ കയറിക്കൊള്ളുക. സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാം സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇത്തരമൊരു നിർണായക ഘട്ടത്തിലും ഉറുമ്പുകൾ അണിമുറയാതെയും അമ്പരക്കാതെയും അവയുടെ മാളത്തിലേക്ക് അതിവേഗം കയറിക്കൊണ്ടിരുന്നു. നബിയെ ആകർഷിച്ച പ്രധാന വസ്തുത ഒരൊറ്റ ഉറുമ്പും അവരനെ ചാടിക്കടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നില്ല എന്നതാണ്. അങ്ങനെയൊരു രക്ഷപ്പെടൽ ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ മാളത്തിന്റെ കുടുസായ പ്രവേശന ദ്വാരത്തിൽ വെച്ച് ഉറുമ്പുകൾ തമ്മിൽ പടവെട്ടി ചാകേണ്ടിയുമായിരുന്നു. അത്തരം സന്നിധഘട്ടത്തിൽ പോലും ഉറുമ്പുകൾ സംയമനവും അച്ചടക്കവുമാണ് പാലിച്ചത്. ചിന്തോദീപവും വിജ്ഞാനപ്രദവുമായ ഈ ഘടകം നബി തന്റെ അനുയായികൾക്ക് കാണിച്ചു കൊടുത്തു. ആത്മത്യാഗവും നിസ്വാർത്ഥവും നിഷ്കാമവുമായ സ്നേഹവും ഈ ക്ഷുദ്രജീവികളെ അനുകരണീയ മാതൃകയാക്കി തീർത്തു. മാളത്തിൽ കടക്കാൻ ബന്ധപ്പെടാതെ പുറത്തു നിന്നുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുന്ന ഉറുമ്പുകളുടെ സേനാധിപനെ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ അനുയായികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഈ സേനാധിപൻ ഉരുക്കുകോട്ടക്കാർത്തിരുന്ന യുദ്ധക്കളം നിയന്ത്രിക്കുന്ന മനുഷ്യ സേനാധിപനെ ലജ്ജിപ്പിക്കുന്നത് തന്നെ ചെയ്യും. കാരുണ്യവാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സൈന്യത്തിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ആജ്ഞാപിച്ചു, ഉറുമ്പിന്റെ മാളത്തിൽ നിന്ന് മാറി മുന്നോട്ട് മാർച്ച് ചെയ്യുക. ഗുണപാഠം: സർവജ്ഞാനിയാണെന്ന് അഭിമാനിക്കുന്ന മനുഷ്യർക്കില്ലാത്ത ചില കഴിവുകൾ മറ്റു ജീവികൾക്കുണ്ട്. നിസ്സാരമായ ഉറുമ്പുകൾ ഈ ഇനത്തിൽ പ്രഥമ ഗണനീയരാണ്. ഉറുമ്പുകളുടെ അച്ചടക്കവും സംയനശീലവും ആത്മത്യാഗവും മനുഷ്യർക്ക് എക്കാലവും മാതൃകയാകേണ്ട ഗുണപാഠമാണെന്ന് ഈ കഥ പഠിപ്പിക്കുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെയും പരിവാരത്തെയും കണ്ട ഉറുമ്പിൻ കൂട്ടം. ആഗോള ചക്രവർത്തിയായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ദിവസം പരിവാര സമേതം യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പരിവാരം ഒരു സൈന്യത്തോളം തന്നെ വലുതായിരുന്നു. മനുഷ്യർക്ക് പുറമെ ജിന്നുകളും പക്ഷികളും മൃഗങ്ങളുമെല്ലാം അടങ്ങിയതായിരുന്നു ആ സൈന്യം. വഴിമധ്യേ വലിയൊരു ഉറുമ്പിൻ കൂട്ടം നബിയുടെ കണ്ണിൽപ്പെട്ടു. പക്ഷി മൃഗാദികളുടേതുപോലെ തന്നെ ഉറുമ്പുകളുടെയും ഭാഷ അറിയാമായിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം പെട്ടെന്ന് അവിടെ തന്നെ നിന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പരിവാരവും നിശ്ചലമായി.